തിരുപ്പതിക്ക് അടുത്താണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ തിരുപ്പതി അമ്പലത്തിക്ക് ഞങ്ങൾ ഇന്നേ വരെ പോയിട്ടില്ലേ, തിരുമല അമ്പലത്തിക്ക്. പക്ഷെ ഇപ്പം ഞങ്ങൾ പോകുന്നത് തിരുപ്പതി ഉള്ള തന്നെ ഒരു അമ്പലത്തിക്കാണ്. നല്ല വലിയൊരു അമ്പലമാണ്. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തേക്ക് പോകും വഴി ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് കോലം വരയ്ക്കുന്ന ഒരു സാധനം അങ്ങനെ സ്റ്റിക്ക് പോലത്തെ സാധനം കാണിച്ചു തന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിൽ കോലം വരയ്ക്കുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് നമുക്കിത് ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു കാര്യമാണ്. വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി കേട്ടോ. ആരോ ഒരാൾ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടാ അത്രയും നന്നായിട്ട് അവിടെ വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അമ്പലം എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലമല്ലേ, ഗുരുവായൂർ അമ്പലത്തിലെ കടകളൊക്കെ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതിനെക്കാട്ടിലും കുറേ കടകളുണ്ട് ഇവിടെ. നല്ല അമ്പലമാണ് കേട്ടോ കാണാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വൈകുന്നേരം നേരത്തെ പോയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അധികം നേരം ഞങ്ങൾക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ തിരുമല അമ്പലം, നമ്മുടെ സാക്ഷാൽ തിരുപ്പതി ഉണ്ടല്ലോ അമ്പലം തൊഴാൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി പോകണം. പക്ഷെ അതും ഇതും ഉണ്ടായില്ല. അവിടെയാണെങ്കിൽ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. ക്യൂ നിൽക്കാനേ പറ്റിയില്ല. അപ്പോൾ ദാ ഈ അമ്പലത്തേക്ക് കിടക്കുന്ന വഴി 2 ആനകൾ നമ്മൾ അനുഗ്രഹിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൈസ കൊടുക്കണം കേട്ടോ, എന്നാലൊക്കെ അനുഗ്രഹം കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഡാൻസ് പോലെ അവിടെ അവരുടെ ഒരു രീതിയിലുള്ള ഒരു ഡാൻസും ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു. പിന്നെ ഒരു കുമ്മാട്ടിക്കളി പോലെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു വ്യൂ. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. നല്ലൊരു അമ്പലമാണ്. ഫോണൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല കേട്ടോ. അതുവരെ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തവരെ ഫോൺ കയറ്റാൻ പാടില്ല. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഫോണ് അവിടെ കൗണ്ടറിൽ വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോയി തൊടാമെന്ന്. പിന്നെ ഞങ്ങൾ തൊഴുത് വീണ്ടും വീട്ടിലേക്ക് പോയി ഗൈസ്. ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.